നമസ്കാരം, വന്ദനം, നമോ, വാഗം. താത്ത വരാറേ കതറവിട പോറാറേ എന്ന അനിരുദ്ധ് പാട്ടിറക്കിയത് സത്യം പറഞ്ഞാൽ നാട്ടുകാരെ മുഴുവൻ കരയിക്കാനാണെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളന്മാർ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ശങ്കർ ഈ സിനിമ എടുത്തുകൊണ്ട് നേരെ അനിരുദ്ധിൻ്റെ അടുത്തേക്ക് പോകുന്നു. അതിനു മുമ്പ് ഈ സിനിമ എടുത്തുകൊണ്ട് AR റഹ്മാൻ്റെ അടുത്തേക്കാണ് പോയത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. AR റഹ്മാൻ ഈ സിനിമ കണ്ടതും ശങ്കറിനെ കണ്ടം വഴി കൂട്ടിക്കുന്നു. ശേഷം ശങ്കർ ഇതും കൊണ്ട് അനിരുദ്ധിൻ്റെ അടുത്തേക്ക് പോകുന്നു. അനിരുദ്ധിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ സിനിമ മുഴുവൻ കണ്ട അനിരുദ്ധ് കൃത്യമായിട്ട് പാട്ട് എഴുതി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു. താത്ത വരാറേ കതറവിട പോറാറേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാട്ട് പുറത്തു വന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ട്രോളന്മാർ ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സിനിമ പുറത്തിറങ്ങിയ ശേഷം, അതായത് ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ പുറത്തിറങ്ങിയ ശേഷം സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു ഫാൻ ഫൈറ്റ് നടക്കുകയാണ്. അനിരുദ്ധാണോ AR റഹ്മാനാണോ ഏറ്റവും ബെസ്റ്റ് മ്യൂസീഷ്യൻ എന്നുള്ള ഒരു ഫാൻ ഫൈറ്റാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത്. അനിരുദ്ധ് ഓരോ പടികൾ വച്ചടി കയറി പോകുമ്പോഴെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ AR ഫാൻസ് വന്ന് പറയുന്നുണ്ടായിരുന്നു അനിരുദ്ധ് എന്ന് പറയുന്ന ഈ മ്യൂസിക് ഡയറക്ടർ റഹ്മാൻ്റെ ഏഴയലത്ത് വരില്ല എന്ന്. എങ്കിലും അതൊക്കെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ് എന്ന് പറയാതെ നിർവാഹമില്ല. അനിരുദ്ധിൻ്റെ ഇപ്പോഴുള്ള പാട്ടുകൾ കൂടുതൽ ജനകീയമായിട്ടാണ് അനിരുദ്ധ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ആർക്കും വേണ്ട. എന്നാൽ AR റഹ്മാൻ്റെ റേഞ്ച് മാറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ആ റേഞ്ചിലോട്ട് എന്തായിരുന്നാലും നിലവിൽ അനിരുദ്ധിന് ചാടിപ്പിടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം പച്ചയായിട്ടുള്ള ഒരു യാഥാർത്ഥ്യവുമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്ത്യൻ 2 എന്ന് പറയുന്ന പടം AR റഹ്മാൻ ചെയ്യേണ്ടതായിരുന്നു എന്നാണ് പല ആൾക്കാരും പറയുന്നത്. അനിരുദ്ധിന് ആ സിനിമ കൊടുത്തത് കൊണ്ടാണ് ആ സിനിമയിലെ സംഗീതം നശിച്ചു പോയത് എന്ന് പല ആൾക്കാർ പറയുന്നുണ്ട്. ഇതിനു മുമ്പ്, അതായത് അനിരുദ്ധ് എന്ന് പറയുന്നത് രജനീകാന്ത്, അതായത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ബന്ധുവാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ താത്ത വരാറെ, കംബാക്ക് ഇന്ത്യൻ എന്നിങ്ങനെയുള്ള പാട്ടുകൾ പുറത്തു വന്നപ്പോഴേക്കും പല ആൾക്കാർ പറഞ്ഞത് രജനീകാന്ത് സിനിമയ്ക്ക് മാത്രം തലൈവരി നിരന്തരം, എനിക്ക് കംബാക്ക് ഇന്ത്യന് എന്ന് കമലഹാസൻ പറയുമ്പോഴുള്ള ട്രോളുകളും സമൂഹ മാധ്യമങ്ങളിൽ വന്നില്ല. എന്തായിരുന്നാലും AR റഹ്മാനാണോ അനിരുദ്ധാണോ വൺ ഓഫ് ദ ബെസ്റ്റ്, ഗോട്ട് എന്നൊക്കെ പറയില്ലേ, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, അത് AR റഹ്മാൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ലേ. നിങ്ങൾ തർക്കിച്ചിട്ടും യാതൊരു കാര്യവുമില്ല. റഹ്മാൻ തന്നെയാണ് ഏറ്റവും വലിയ ഗോട്ട് എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അനിരുദ്ധ് ഒരു കൊമേഴ്ഷ്യൽ മ്യൂസീഷ്യനാണ് നിലവിൽ. അനിരുദ്ധ് കൊമേഴ്ഷ്യൽ മ്യൂസീഷ്യൻ ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അനിരുദ്ധിൻ്റെ പാട്ടുകൾ കൂടുതൽ ജനകീയമാണ്. പോരാത്തതിന് അനിരുദ്ധ് എടുക്കുന്ന സിനിമകൾ വലിയ വലിയ നടന്മാരുടെ സിനിമയാണ് അനിരുദ്ധ് എടുക്കുന്നത്. രജനീകാന്തിൻ്റെ സിനിമ, വിജയുടെ സിനിമ, അജിത്തിൻ്റെ സിനിമ, ഇതുപോലെയുള്ള തമിഴ് സിനിമയിലെ വലിയ വലിയ സൂപ്പർ സ്റ്റാറുകളുടെ പടങ്ങൾ അനിരുദ്ധ് എടുക്കുമ്പോൾ അതിന് അനിരുദ്ധ് പാട്ട് ചെയ്യുമ്പോൾ അവരുടെ മാർക്കറ്റ് വാല്യൂവും കൂടെ അനിരുദ്ധിൻ്റെ പാട്ടിനെ വലിയ രീതിയിൽ എലവേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. AR റഹ്മാനായിരുന്നു നേരത്തെ രജനീകാന്ത് സിനിമയ്ക്ക് ഒരു സമയത്ത് മൊത്തത്തിൽ പാട്ട് ചെയ്തുകൊണ്ടിരുന്നത്. മുത്തു ആയിരുന്നാലും പടയപ്പയായിരുന്നാലും ബാബയായിരുന്നാലും ചന്ദ്രമുഖി മാത്രം മാറ്റിപ്പിടിച്ച് വിദ്യാസാഗറിന് കൊടുത്തു. അതിനുശേഷം ശിവാജി ആയിരുന്നാലും യന്തിരനായിരുന്നാലും അതിനുശേഷം വന്ന ലിംഗയായിരുന്നാലും 2.0 ആയിരുന്നാലും എല്ലാത്തിനും AR റഹ്മാനാണ് പാട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ AR റഹ്മാൻ ഇപ്പോൾ വേറൊരു തലത്തിലാണ് നിൽക്കുന്നത്. ഓസ്കാർ കിട്ടിയ ശേഷം AR റഹ്മാൻ്റെ റേഞ്ച് മാറിപ്പോയി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പടം ചെയ്യാതെ പുള്ളിയുടെ മനസ്സിന് സന്തോഷം നൽകുന്ന പല സിനിമകളുമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല വേദികളിലും AR റഹ്മാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് ഈ ഫീൽഡിൽ നിന്ന് തന്നെ മൊത്തത്തിൽ വിരമിക്കണമെന്നാണ് ആഗ്രഹം എന്നാണ് AR റഹ്മാൻ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 2.0യുടെ മ്യൂസിക് ലോഞ്ചിലാണെന്ന് തോന്നുന്നു. അവിടെ AR റഹ്മാൻ പറഞ്ഞത് എനിക്ക് വിരമിക്കണമെന്നാണ് ഇപ്പോൾ ആഗ്രഹം. കാരണം ഞാൻ കാണാനുള്ളതെല്ലാം കണ്ടു കഴിഞ്ഞു. AR റഹ്മാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സക്സസ്ഫുൾ മ്യൂസീഷ്യൻസിൽ ഒരാളാണ്. ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മ്യൂസീഷ്യൻസിന് വേണ്ടി AR റഹ്മാൻ അവർക്ക് പോലും എത്തിപ്പിടിക്കാൻ പാടുള്ള പല ബാറുകളും സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിൽക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള, എസ്തെറ്റിക് ആയിട്ടുള്ള ലെവലിലാണെങ്കിലും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ലെവലിലാണെങ്കിലും AR റഹ്മാൻ വേറെ ലെവലാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഓസ്കാർ നേടിയ ശേഷം റഹ്മാൻ വേറെ തലത്തിലോട്ട് എലവേറ്റ് ചെയ്യപ്പെട്ടു. കൂടുതലും ഇന്റർനാഷണൽ ഫിലിംസ് AR റഹ്മാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2.0യിലെ ആ ഒരു മ്യൂസിക് തന്നെ നമുക്ക് കേട്ടാൽ മനസ്സിലാകും. ഇത് ടെക്നീഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കേൾക്കുമ്പോൾ, അതായത് വലിയ വലിയ ടെക്നീഷ്യൻസ്, ഹോളിവുഡിലെ ആർട്ടിസ്റ്റുകൾ, ഹോളിവുഡിലെ ടെക്നീഷ്യൻസ്, AR റഹ്മാൻ ഓസ്കാറിന് ശേഷം കിട്ടിയ പല വർക്കുകളും കേൾക്കുമ്പോൾ വലിയ രീതിയിൽ അന്താളിച്ച് പോകാറുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ നമുക്കതിവിടെ കേൾക്കുമ്പോൾ നമുക്ക് AR റഹ്മാൻ്റെ ആ ഒരു പഴയ ഫീല് കിട്ടുന്നില്ല എന്നാണ് പല ആൾക്കാരും പറയുന്നത്. അത് ആ ഫീല് കുറഞ്ഞത് കൊണ്ടല്ല, മറിച്ച് AR റഹ്മാൻ വലിയ രീതിയിൽ, അതായത് നമുക്ക് പോലും അപ്രാപ്യമായിട്ടുള്ള രീതിയിൽ ടെക്നിക്കലി എലവേറ്റ്
ഡിബേറ്റ് ആയതുകൊണ്ടാണ് എന്നുള്ള കാര്യമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ എ ആർ റഹ്മാൻ ഒരു പാട്ടിന് വാങ്ങിക്കുന്ന പൈസ എന്ന് പറയുന്നത് 2 കോടി രൂപയാണ്. അതിനുശേഷം ഇന്നലെ പാവ ആനന്ദ് അംബാനിയുടെ കല്യാണത്തിന് വന്ന് അവിടെ നിന്ന് വേച്ച് നിന്ന് പാടണുണ്ട്. ദമ്മാറോ മസ്ത് എന്ന് പറയും. പുള്ളിക്കാരന് പാടാൻ വയ്യ എങ്കിലും പാടുകയാണ് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ പാടുന്നത്. പുള്ളിക്കാരൻ കാണാനുള്ള സംഭവങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി പുള്ളിക്കാരന് പ്രത്യേകിച്ച് കാണാനൊന്നും ജീവിതത്തില്ല. അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്തു. ഓസ്കാർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു, ബാഫ്ത അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഗ്രാമി എന്ന് പറയുന്നത് മ്യൂസിക് ലോകത്തിലെ ഓസ്കാറാണ്. ഈ ഗ്രാമി എന്ന് പറയുന്ന ആ അവാർഡ് മേടിക്കാനാണ് ഓരോ മ്യൂസീഷ്യന്മാരും തപസ്സിരിക്കുന്നത്. അത് പുഷ്പം പോലെ എ ആർ റഹ്മാൻ മേടിച്ചെടുത്തു എന്നുള്ളതും വേറൊരു കാര്യമാണ്. അപ്പോൾ ഓസ്കാർ അവാർഡ്, ഗ്രാമി അവാർഡ്, അങ്ങനെ സകല കാര്യങ്ങളും റഹ്മാൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. റഹ്മാന് പണത്തിനും കുറവില്ല, ഫെയിമിനും കുറവില്ല, മനനിമ്മതിക്ക് ഒരു കുറവില്ല. റഹ്മാൻ ഇനി വേണ്ടത് റെസ്റ്റാണ് എന്ന് റഹ്മാൻ തന്നെ പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് പല ആൾക്കാരും ഇവിടെ കിടന്നുകൊണ്ട് റഹ്മാൻ്റെ പാട്ടിന് ക്വാളിറ്റി ഇല്ല, ക്വാണ്ടിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളമുണ്ടാക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം എടുത്തു കാണണം. പക്ഷേ വേറൊരു കാര്യം ഞാൻ എടുത്തു പറയാം. എ ആർ റഹ്മാൻ ഇന്നും തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മ്യൂസീഷ്യന്മാരിൽ എ ആർ റഹ്മാനെ കവച്ച് വയ്ക്കാൻ കഴിവുള്ള വേറൊരു മ്യൂസീഷ്യൻ ഇല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല എന്ന് എടുത്തു പറയണം. പല ആൾക്കാരും ഇളയരാജയുടെ പേര് പറയും. ബേസിക്കലി ഞാനൊരു ഇളയരാജ ഫാനാണ്. എനിക്ക് റഹ്മാനെക്കാട്ടിലും ഇഷ്ടം ഇളയരാജയോടാണ്. പക്ഷേ ഇളയരാജയുടെ പാട്ടുകളെക്കാട്ടിലും റഹ്മാന്റെ ആ ഒരു പാട്ടുകളും ടെക്നിക്കൽ ക്വാളിറ്റിയാണ് മികച്ചു നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ല. ഇളയരാജ അതുകൊണ്ടാണ് എ ആർ റഹ്മാനെ പല തരത്തിലും ദ്രോഹിക്കാനായിട്ട് ശ്രമിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കണം. എ ആർ റഹ്മാന് ഓസ്കാർ കിട്ടിയ വേദിയിൽ പോലും എ ആർ റഹ്മാനെ അപമാനിക്കാനാണ് ഇളയരാജ ശ്രമിച്ചത്. ഇത് കണ്ടിട്ട് എം എസ് വിശ്വനാഥൻ ചാടി എഴുന്നേറ്റ് ഇളയരാജയുടെ മുമ്പിൽ കൂടെ നടന്നു പോയി എ ആർ റഹ്മാന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തിട്ട് ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പോരാത്തതിന് എ ആർ റഹ്മാന് വരുന്ന പല മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും എയർപോർട്ടിൽ ഇളയരാജ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് എ ആർ റഹ്മാൻ വളരാതിരിക്കാനായി തടഞ്ഞു വച്ചു എന്ന പല വ്യാപകമായിട്ടുള്ള കഥകളുമുണ്ട്. എ ആർ റഹ്മാൻ തന്നെ ഒരു തവണ സഹി കെട്ട് പറഞ്ഞിട്ടുള്ളത് ദയവായി വെബിൽ കിടന്ന്, അതായത് ഇന്റർനെറ്റിൽ കിടന്ന് ഫാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടരുത് എന്നാണ് എ ആർ റഹ്മാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എ ആർ റഹ്മാൻ ഇളയരാജയെക്കാട്ടിലും ഒരു പടി മുകളിലാണ് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അനിരുദ്ധ് ഒരു നല്ല മ്യൂസീഷ്യൻ തന്നെയാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ജയിലറിലൊക്കെ അനിരുദ്ധ് ചെയ്തു വെച്ചിരിക്കുന്ന സംഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള സംഭവമാണ്. അത് നമ്മളിലേക്ക് കണക്റ്റ് ആവുന്ന സംഭവമാണ്, ആ സിനിമയ്ക്ക് വേണ്ട സംഭവമാണ്. പക്ഷേ എങ്കിലും ഒരു ഹോളിവുഡ് മൂവിയോ ഒരു ശങ്കർ മൂവിയോ ഒരു രാജമൗലിയുടെ മൂവിയോ എടുത്ത് അനിരുദ്ധിൻ്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള പാകം അനിരുദ്ധിനായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അത് പല ആൾക്കാരും പറയുന്ന കാര്യവുമാണ്. പക്ഷേ അനിരുദ്ധ് ഒരു കൊമേഴ്ഷ്യൽ പടം, വിജയുടെ ലിയോ, രജനീകാന്തിൻ്റെ ജയിലർ, അജിത്തിൻ്റെ പടങ്ങൾ, ഇതൊക്കെ ചെയ്യാനായിട്ട് അനിരുദ്ധ് വേറെ ലെവലാണ്. പൊറ് അടിച്ച് മരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബേസിക്കലി വേറൊരു കാര്യം ഇതിനകത്ത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പല ആൾക്കാരുടെയും പേഴ്സണൽ ചോയ്സ് കൂടെയാണ്. റഹ്മാനിലേക്ക് പോകണോ അനിരുദ്ധിലേക്ക് പോകണോ എന്നുള്ളതല്ല. റഹ്മാനിലേക്ക് പോകുന്നവർ അനിരുദ്ധിനെ കൂടുതൽ ഡിഫെയിം ചെയ്യാതിരിക്കുക. അനിരുദ്ധിൻ്റെ പാട്ടുള്ള ഇഷ്ടമുള്ളവർ നീക്ക് ഇഷ്ടപ്പെട്ടോടെ, ഇന്ന് റഹ്മാനെ ഡിഫെയിം ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് റഹ്മാൻ എന്ന് പറഞ്ഞാൽ റഹ്മാൻ തന്നെയാണ്. റഹ്മാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടല്ലോ, അത് ടച്ച് ചെയ്യാൻ തന്നെ ഇവിടെയുള്ള പല ആൾക്കാരും മുക്രിയിടും എന്നുള്ള കാര്യത്തിലും വലിയ തർക്കമൊന്നും ആർക്കും വേണ്ട. പിന്നെ വേറൊരു കാര്യം, ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഈ ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമയിൽ എ ആർ റഹ്മാനാണ് മ്യൂസിക് ചെയ്തിരുന്നെങ്കിൽ കുറച്ചെങ്കിലും നന്നാവുമായിരുന്നു എന്ന് പറയുന്ന പല ആൾക്കാരും പറയുന്നുണ്ട്. ഇതിൽ കാര്യമുണ്ട്. കാരണം ബോയ്സ് എന്ന് പറയുന്ന ശങ്കറിൻ്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ബോയ്സ് എന്ന് പറയുന്ന പടത്തിൽ എ ആർ റഹ്മാനാണ് മ്യൂസിക് ചെയ്തത്. ആ പടം കേരളത്തിൽ കുറച്ചെങ്കിലും ഓടാൻ കാരണം എ ആർ റഹ്മാൻ്റെ സംഗീതമാണ്. ആ സിനിമയിലെ പാട്ടുകളൊക്കെ നമുക്ക് ഇപ്പോഴും അറിയാം. ആ പാട്ടുകളൊക്കെ ട്രെൻഡിങ് ലിസ്റ്റിൽ തന്നെയാണ് തമിഴരുടെയും മലയാളികളുടെയും മനസ്സിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ സിനിമയിലെ പാട്ടുകൾ കൊണ്ട് ആ സിനിമ ഹിറ്റായ ഒരു സിനിമയാണ്. അപ്പോൾ ഒരു സംഗീതജ്ഞനെ കൊണ്ട് ഒരു സിനിമ ഹിറ്റാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. അതുപോലെ ഇന്ത്യൻ 2 എ ആർ റഹ്മാൻ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വൃത്തിയാകും എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. അതിൽ കഴമ്പുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.